ഗൈസ് ഞങ്ങളുടെ കിച്ചണിൽ കയറി മാർക്കറ്റിൽ പോവാണ്. മുളക് പൊടി മുളക് പൊടി ചോറ് റെഡിയാ. കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ കുക്കട മന്തി ഒട്ടിക്കാൻ പോണ ഗൈസ്. നമ്മളെന്താ കഥ നമുക്കറിയണം. മണുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്സിംഗ്. നല്ല ജ്യൂസ് ചെയ്യാൻ തോന്നുന്നില്ലേ കണ്ടിട്ട്. മന്തി റെഡി. ഓ പുക നോക്കിയ പുകയായിട്ട് ക്യാമറയിൽ കണ്ടില്ല. അൽബോറങ്ങ നോക്കി ഒഴിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേറ്റ്. ഇതിൽ ഞങ്ങൾ സോഡ് തിന്നും. എനിക്ക് 2. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് തോന്നണില്ലേ ഗൈസ്? ഇല്ലേ? നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് വെക്കിയ ചോറില്ലേ? ടേസ്റ്റ് ഇല്ല. അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലുണ്ട്. ചൂട് സെറ്റ്. സത്യത്തിൽ നമുക്കിങ്ങനെ ഇപ്പൊ നോക്കുമ്പോ നമ്മ പുറത്തുനിന്ന് തീരെ മന്തി കഴിക്കലില്ല. അങ്ങനെ തന്നെ ഇപ്പൊ അൽറീമൊക്കെ കാണുമ്പോ പറയാം നമ്മുടെ മന്തിയുടെ അത്ര ഇല്ല. അതൊക്കെ സത്യമായിട്ട് അത്രയും അടിപൊളിയാണ്. പിന്നെന്താ പറയാൻ വന്നേ, പിന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. എന്റെ മോനെ ഇത് ഒറ്റ കൈ കൊണ്ട് മന്തിക്കാൻ പറ്റില്ല. ഞാൻ സലാഡിക്ക് ഇങ്ങനെ കുറച്ച് ലെമൺ. അയ്യോ ശരി, മഴയിൽ മുങ്ങി കുളിക്കുന്ന ആളാ ഞാന്. അപ്പൊ ഞങ്ങള് തുടങ്ങട്ടെ. ഇങ്ങനെയാണ് കേട്ടോ ഈ പ്ലേറ്റ്. ഇതിന്റെ കുറച്ച് മയോ എടുക്കുന്നു, സലാഡ് എടുക്കുന്നു, നല്ല ചൂടുണ്ട്. ചിക്കൻ എടുക്കുന്നു. എനിക്കിങ്ങനെ ചൂടുള്ള കാരണം പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ ബിബി ഊതിയിട്ട് തരും. ഓ എപ്പടി സത്യം എന്റെ പോലെ നോക്കാനേ നോക്കി. ഇതൊക്കെ ഞങ്ങൾ ആദ്യം ഭയങ്കര രണ്ടാളും കൂടി കഴിച്ചു. വലിയ ചിക്കനായിരുന്നു കേട്ടോ. നിങ്ങള് ഇത് ഹെൽത്തി അല്ല, എന്നാലും മറ്റേനേക്കാളും ബെറ്റർ ആണ്. 0 ഷുഗർ വയ്യാണ്ടായി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ചേരം ഇനി മത്തായി കിടന്ന് ഉറങ്ങണം. ഞാനൊരു കണക്കിന് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. നല്ല മടിയിലിരിക്കുക. നല്ല ഉറക്കം വരുന്നുണ്ട്. എണീക്കട്ടെ. സീരിട്ടാ ഞങ്ങൾ തിന്നിട്ട് ഞാനിന്നെ ഞങ്ങള് സ്നാക്ക് അങ്ങനെയല്ല ബീബിയുടെ. പിന്നെ സലാഡ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ സലാഡ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചീസ് 2 സ്ലൈസ് ചീസ്. ഇതെന്തിട്ട് പറയാ? ബിലാൽ ചീസ് ഓംലെറ്റ്. ഒരു മിനി പിസ്സ. ഫൈനൽ നമ്മൾ ലേശം മുറുകാനും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സാധനം. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഉറുകാനൊക്കെ ഇട്ട കാരണം രസമാണ്. പിന്നെ ആപ്പിളും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീസും മുട്ട കഴുകി. അവന്റെ ഫേവറേറ്റ് ആണ്. എന്നും തിന്നീ സാധനം. അലമോളും നീനുമോളും കഴിച്ചനാ. ആപ്പിള് കഴിച്ചാണ്.
ചീസ് മുട്ട കൊടുത്തു. ആ പൊട്ട കുട്ടി. ഗൈസ് ഞങ്ങള് പോണ് മീൻ കളിപ്പില്ല. എനിക്ക് കളിപ്പൊന്നുമില്ല ഗൈസ്. അല്ലെങ്കിൽ മനുഷ്യനൊരു കഷ്ടപ്പെട്ട് മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയതാ. അപ്പൊ ഉണ്ട് രണ്ടാൾക്കാര് വന്നേക്കണം മനുഷ്യന്മാര് ഉറക്കങ്ങളെ. കംപ്ലൈന്റ് റെഡിയാക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മ റൂമിൽ നിന്ന് എനിക്ക് കൊടുക്കണ്ടേ. അപ്പൊ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അതിൽ ഉറക്കാ പോയി എന്നുള്ളതാ. അപ്പുറത്തെ റൂമിൽ കിടന്നില്ല, ഞാനല്ല പോയിട്ട് കിടക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ എന്റെ മൂട പോയില്ലേ. അല്ലെങ്കിൽ എന്തൊരു നല്ല ദിവസായിരുന്നു. മന്തി കഴിച്ച് കിടന്നുറങ്ങി. എന്ത് ചെയ്യും? എന്റെ മൂട് പോയി കഴിച്ചു. അപ്പൊ ഞാൻ ബീബിനോട് എന്റെ മൈൻഡ് സെറ്റ് ആക്കാൻ പറഞ്ഞപ്പോ ബീബിക്ക് പറ്റില്ല. കൊടുക്കാനോ നീ പറഞ്ഞില്ലേ എന്താ മോളെ നോക്കിയ ശുണ്ടരി. പിന്നെന്താ ഗൈസ്, ഇത് ശരിക്കും വാട്ട് വീട്ടിലല്ല വെറുതെ ഞങ്ങ എന്നും നടക്കാൻ ഇറങ്ങും. നമ്മുടെ അങ്ങനെയല്ല, ബീബിയാണ് നടക്കാറുണ്ട് കൊണ്ടിട്ട് ഞാൻ വല്ലപ്പോഴും ജോയിൻ ചെയ്യും. എന്നുവെച്ചാല് ഫ്ലാറ്റിലാവുമ്പോ ഉണ്ണിക്ക് എന്താ പറയാ പുറത്തത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെ കേൾക്കണ്ടാവില്ല, മയക്കൂല്ല. അപ്പൊ അങ്ങനെ ഓക്കെ ബൈ. ഇത് നല്ലൊരു എല്ലാരും കണ്ടിട്ടുണ്ടാവും തോന്നണ ആരുടെയെങ്കിലൊക്കെ ഈ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിമാ. ഗൈസ്, ഇന്ദിര പ്രിയദർശിനി ചിൽഡ്രൻസ് ട്രാഫിക് ട്രെയിനിങ് ആൻഡ് നാഷണൽ റിന്യൂവബിൾ എനർജി പാർക്ക്. ഇത് സീന് പേരാണല്ലോ. ഈ വരുന്ന കുട്ടീനെ ശ്രദ്ധിച്ചു നോക്കി, അതൊരു പെൺകുട്ടിയാണ്. നോക്കിയത് തിരിച്ചത് നല്ല അടിപൊളിയായിട്ട്. എന്താ ഇതല്ല നോക്കിയേ, സൂപ്പർ തന്നെയാണ്. അവള് പോണണ്ട, അവളെ സിംഗിൾ എന്തോ വേണ്ട. ബാക്കിയുള്ളവരൊക്കെ ഇത്തിരി കട്ടിയുള്ളതാ, അവളെ കട്ടി കുറവാ. സിംഗിൾ 2-4 പേരുണ്ട്. പക്ഷെ അവള് ഭയങ്കര സെറ്റ് ആയിട്ട് പോണ്ട്. കണ്ടാ പിള്ളേരൊക്കെ സീനില്ലേ. അൽബു ബീവി ഇതിനെന്തോ പറയും ഗൈസ്. ഇതിന്റെ പേര് എൻ്റെ മൈൻഡിൽ നിന്ന് അങ്ങോട്ട് പോയി, ഞാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ റാഫ്റ്റിംഗ് എന്നാണ് എൻ്റെ മൈൻഡിൽ വരുന്നുണ്ടായിരുന്നു. ഹായ്, നല്ല വേണല്ലേ. ഇവിടെ ആൾക്കാരിങ്ങനെ റെസ്റ്റ് ചെയ്യണു. ഇതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പുല്ലിൽ ഇങ്ങനെ. പക്ഷെ ഇങ്ങനത്തെ പുല്ലല്ല കേട്ടോ, വേറൊരു സൈഡ് ഉണ്ട്. ഞാൻ മുന്നേ വന്നപ്പോ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ബീബിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു നോക്കിയത് പിന്നെ അലമോളെ 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 ഗൈസ്, ഒരാൾക്ക് വയ്യാനായിട്ട് വെള്ളം കുടിക്കണേ. അയ്യോ, അവിടെ ഓടിക്കളിച്ച് മറിഞ്ഞ് അവിടെ നിന്ന് എടുത്തപ്പോ കരച്ചിലായിരുന്നു. പിന്നാലെ ഓടി എന്തൊരോട്ടല്ലേ. ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, പിന്നെ ആപ്രിക്കോട്ട്. നമുക്ക് ഇഷ്ടമായില്ലേ ആപ്രിക്കോട്ടിന്റെ ടേസ്റ്റ്? നീ എന്താ ബദാം എടുത്തില്ല? രാവിലെ കഴിച്ചല്ല, പിന്നെ വന്നിട്ട് ഇനി പ്രോട്ടീൻ ഷേക്ക് അടിക്കാം. ഞാൻ കഴിക്കട്ടെ.
മെയിനായിട്ട് ബിബിയുടെ ഈറ്റിൻ്റെ എന്റെ മോൾക്ക് വ്യക്തമാവൂട്ടാ. വാ വാ ഞാൻ പിടിച്ചോടട്ടെ. വാ പൊക്കോട്ടെ പൊക്കോട്ടെ. ശരി. ഗൈസ്, ഞാൻ ജിമ്മിന് പോയി വന്നപ്പോ ഒരാള് ഇവിടെ കരച്ചല്. എന്താ നീ കരച്ചലിന്റെ കാര്യം പറ. ഞാൻ പേടിച്ചു പോയി വന്നിട്ട്. നീനോ മുഖം നോക്കട്ടെ. ഞാൻ പോയ ടൈമില് അടുക്കളയിൽ എന്തോ ഒച്ച കേട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കള കടച്ചിട്ടേക്കണ്. പറ. അനാറും ക്യാരറ്റ് സാധനങ്ങളൊക്കെ അരിഞ്ഞു, അതവിടെ വെച്ച് ഉണ്ണിക്ക് പാല് കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് വെറുതെ അടുക്കളയുടെ ഡോറ് തുറന്നപ്പോ ആ വേസ്റ്റ് ബാസ്കറ്റിന്റെ കവർ ഇങ്ങനെ അനങ്ങുമ്പോ പ്ലാസ്റ്റിക്കിന്റെ ഒച്ച കേൾക്കുമല്ലോ, എന്തോ ഇങ്ങനെ അനങ്ങണപ്പോ ആ കവർ ഇങ്ങനെ കിടന്ന് അനങ്ങണം. അപ്പൊ എനിക്കെന്ന് വെച്ചാ പെട്ടെന്ന് ആ കവർ കാണിച്ചു കൊടുത്ത വൈക്കോലിന്റെ കവറ്, എനിക്ക് അപ്പുറത്ത് വൈക്കോലിന്റെ കവർ ഇരിക്കണം. അപ്പൊ ഞാൻ വൈക്കോലിന്റെ കവറിൽ അങ്ങനെ എനിക്ക് പാമ്പിന്റെ ഇത് പേടിപ്പിച്ച് പിന്നെ എനിക്ക് മൈൻഡില് പാമ്പാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ വൈക്കോലിന്റെ കവറിൽ അങ്ങനെ പാമ്പ് ഉണ്ടായിട്ടുണ്ടാവോ അങ്ങനെയൊക്കെ ഭയങ്കര ഞാൻ ആലോചിച്ച്. എന്നിട്ട് എന്നിട്ട് കേക്ക് ഡോറ് ലോക്ക് ചെയ്തു. ഞാൻ ഡോറൊക്കെ തുറന്നപ്പോ അവിടുന്ന് പാമ്പ് വരികയാണെങ്കിൽ ഞാൻ പോയിട്ട് അടുക്കളയെ പോയിട്ട് അവിടെ ജിമ്മില് അറിയണ്ട കോള് വരുന്നത്. ഫോൺ എടുക്കണില്ല, പിന്നെ എനിക്ക് ആരുമില്ല എന്റെ പേര് പറയാനായിട്ട് ഇരുന്നിരുന്നിരുന്ന് സങ്കടം വന്നു. നന്നായിണ്ട്. എനിക്ക് ഒരു ഷംസുക്കാണ് നമ്പർ അങ്ങനെന്താന്നോളെ എന്തെങ്കിലും ഇതുമാതിരി വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിളിച്ചിട്ട് ഷംസുക്ക് ഇവിടുത്തെ കെയർ ടേക്കറാണ്. തരട്ടാ പാമ്പ് വരെ ഇതെന്തിപ്പോ ഇത് അതും എവിടെ ഇവിടെ കിച്ചണില് എന്താ പാമ്പ് എന്തോ ഒച്ച കേട്ടുന്ന് പറയുന്നത് ഈ വേസ്റ്റിന്റെ അവിടെ. ആൽബം വെച്ചിക്ക് ധൈര്യം കൊടുക്കണ്ടേ? ധൈര്യം കൊടുക്കണ്ടേ? അടുക്കളയിൽ എന്താ വെച്ച് പേടിപ്പിച്ച് നീ ധൈര്യം കൊടുക്കണ്ടപ്പോ. നീ എന്ത് നോക്കിക്കരുന്ന്? നീ പോയി നോക്കണ്ട അടുക്കളയില്. ഗൈസ്, എനിക്കുള്ള ഫുഡ് നീനുദേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴല്ല, കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുള്ളൂ. അതിന് മുന്നേ ഒരു ഫുഡ് കഴിക്കാണ്ട്, അത് റെഡിയാക്കട്ടെ പോയിട്ട്. ഗൈസ്, എന്റെ മോന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനത്തെ കവറിലൊക്കെ വല്ല പാമ്പിരിക്കില്ലേ. അപ്പൊ ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്തു. അങ്ങനെ അതിനൊന്നാമത് ഞാൻ എന്നാൾ പറഞ്ഞില്ല കാടമുട്ടയുടെ കേസ്, പാമ്പ് അങ്ങനെയൊക്കെ. അപ്പൊ ഇനി 2 ദിവസം അത് തന്നെ ആയിരിക്കും മൈൻഡിൽ. ബദാമിടും, കപ്പലണ്ടിടും. മോന് ഷെയ്ക്ക് ഇത് കഴിച്ച എന്റെ മോന് ശക്തി ഇല്ലേ പൈടുന്നതിനാ. നെക്സ്റ്റ് പഴം, ഞാലിപ്പൂവൻ വേണമെങ്കിൽ റോബസ്റ്റ് ഇടാം, അല്ലെങ്കിൽ ഞാലിപ്പൂ ഇടാം. ഏത് ചെറുപഴമായാലും കുഴപ്പമില്ലല്ലോ. ഒന്നോട് പറ. ലാസ്റ്റ് നമ്മൾ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ കൂടി അങ്ങോട്ട് ഇടും. അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർക്കൂലേ? ഒരു 250 ഗ്രാം പാല്, 250 മില്ലി. ഗൈസ്, ഇവിടെ ഒരാളിപ്പോ പറയാം ഒന്നും പറയാൻ പറ്റാണ്ടായില്ല നിന്നോട് പേടിപ്പിക്കാൻ. ഭീമയാണ് ഞാൻ എപ്പോഴും പേടിപ്പിക്കും. വ്ളോഗിന്റെ തുറക്കുന്നതായിട്ട് കാണാനല്ലേ ഞാൻ പല്ലിയിൽ വെച്ച് പേടിപ്പിക്കണ്. ഇന്നാള് പ്രേതായിട്ട് പേടിപ്പിച്ച്. ഒരാള്
മിക്സിയുടെ സൗണ്ട് കേട്ടുമ്പോ പാട്ടാന്ന് വെച്ചിട്ട് ഡാൻസ് കളിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സാധനം അടിച്ച് കിട്ടും. നല്ല ടേസ്റ്റ് ഉള്ളതാട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് കഴിക്കാനുള്ളതാണ് അല്ലേ? വർക്കൗട്ട് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇതിലേക്ക് ഈ പ്രോട്ടീൻ പൗഡറിന് ശേഷം ഇടാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോക്കോ പൗഡർ ഇല്ലേ, അത് ഇട്ടിട്ട് പീനട്ട് ബട്ടർ ഇടാം. ഈ മധുരത്തിന് 2 3 ഈത്തപ്പഴം ഇടാം, അണ്ടിപ്പരിപ്പ് ഇടാം. നല്ല പവർ ആയിരിക്കും. നിനക്ക് മുന്നേ അടിച്ചില്ലേ? ഓ അതിലേ. അപ്പൊ ഞാനിനി എന്ത് രാത്രി അതാക്കാം. നീ 2 നേരം ഗൈസ്. അപ്പൊ ഞാന് ഷെയ്ക്ക് കുടിക്കാണ്ടപ്പോ നീനുവിന് ഷെയ്ക്ക് വേണമെന്നൊരു ആഗ്രഹം. ഷെയ്ക്ക് അവള് വേണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാൻ അവൾക്ക് ഷെയ്ക്ക് ഉണ്ടാക്കട്ടെ. നീനെ ഇറക്കാനുള്ള സെറ്റപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഷെയ്ക്ക് അടിക്കാം. അപ്പൊ നമ്മൾ പാല് വെച്ചിട്ടുണ്ടായി, അതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടു, പിന്നെ കുറച്ച് 2 ഈത്തപ്പഴം മധുരത്തിന് വേണ്ടി. നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല, അപ്പം മധുരത്തിന് വേണ്ടി കുറച്ച് ഈത്തപ്പഴം 2 ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴം ആഡ് ചെയ്യുക. പിന്നെ അങ്ങനെ ഒരു പിടി ഓട്സും, പിന്നൊരു പിടി പീനട്ടും, കപ്പലണ്ടി. ലാസ്റ്റ് നമ്മളിതെല്ലാം കൂടി ഷേക്ക് റെഡി. ഗൈസ്, ഒരു കാര്യം മറന്നുപോയി, തേൻ ഒഴിക്കാൻ മറന്നു. തേൻ കുറച്ചൊരു മധുരത്തിന് കേട്ടോ ഗൈസ്. അപ്പം നീനുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക. തണവ് കുറവാ, ചെറിയൊരു തണവുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് സത്യത്തിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് മൊമെന്റ് ഓഫ് ദ ഡേ. ബീബി ഉണ്ണി എപ്പോഴും ഒരുമിച്ചാ കുളിക്കുക രാത്രി. ബീബി അതിൻ്റെ പൊതിയാണ്. രാത്രി ജിമ്മിന് പോയി വന്നിട്ട് ഉണ്ണിയും ബീബിയും ഒരുമിച്ച് കുളിക്കുക, രണ്ടാളും. ഭയങ്കര കളിയാണ് വെള്ളത്തില്. എന്നിട്ട് ബാത്റൂമിൽ നിങ്ങൾ ബാത്റൂം തുറന്ന ആൾക്ക് ഇഷ്ടം. കുസാന് പോണ ഞാൻ ചൂടുവെള്ളം ഓണാക്കി ഇട്ടിട്ടുണ്ട്. ടാറ്റ ബീബിയുടെ ടർക്കി. അതെ, ഉണ്ണിയുടെ ടർക്കി. അതെ, ടാറ്റ. അപ്പൊ ഇവര് കുളിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സൊക്കെ സെറ്റാക്കി വയ്ക്കും. അപ്പോൾ നീനുവിന് നമുക്ക് ഷെയ്ക്ക് കൊണ്ട് കൊടുക്കാം. നീന് ഫുഡ് ഉണ്ടാക്കാൻ മടിയായിട്ടിരിക്കണം. ആ ദേവന് എന്നാ ഫുഡല്ലേ? ഫുഡ് ഉണ്ടാക്കിയോ? നീ ഉണ്ടാക്കിക്കോ. എന്നാ ഇല്ല, ഷെയ്ക്ക് നീയല്ലേ ഷെയ്ക്ക് കുടിക്കണെന്ന് പറഞ്ഞു. മുന്നേ ഉണ്ടാക്കിയില്ല ആ സാധനം. പക്ഷെ റോബസ്റ്റ് ഇല്ല കേട്ടാ, പീനട്ട് ബട്ടറും ഇല്ല, പീനട്ട് ഇട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടായ? അന്നിഷ്ടം ഷെയ്ക്കാ ഇഷ്ടം? ആൽമുളക്ക് കൊടുത്തു, നല്ലതാ. തണവുണ്ടാ? തണവില്ലേ കൊടുത്തു. ഞാൻ കുറച്ചേരം മുന്നേ അടിച്ചു വെച്ചാ. തണവ് കുറച്ചുണ്ട് വേണം, എന്നാലൊരു പഞ്ചുള്ളൂ. നീ യാത്രക്കായാ? ആ പിന്നെ ഞാൻ ഉണ്ടാക്കിയല്ല നീനോ. അന്നത്തെ അതിന് പീനട്ട് ബട്ടറൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഒരു ബ്രെഡ് 2 ബ്രെഡും ചീസും കഴിച്ചോ? അലമുളക്ക് കൊടുത്തുവാണെങ്കിൽ കഴിക്കണ്ടെങ്കിൽ. ആ പിന്നെ അല്ലാണ്ട് നട്ട്സും പാലും പഴവും ഈത്തപ്പഴം ഒക്കെ ഹെൽത്തി സാധനങ്ങളാ. ഐ എക്സ്പ്രഷൻ നോക്ക്, കുത്തിയത് എക്സ്പ്രഷൻ നോക്കിയേ. കൊടുത്ത് ബീബിയുടെ ആളാണ് ഗൈസ് സംഭവം. ഞാൻ പറയാ ബീബിയുടെ ആളാണെന്ന് ഗൈസ്. അപ്പൊ ഇനി നമ്മ അലു ഉറങ്ങിയിട്ടാ ശരിക്കും ഇപ്പൊ ടൈം നോക്കിയേ
ഞങ്ങള് വിചാരിച്ചത് പാർക്കിലൊക്കെ ഓടിച്ചാടി നടന്നപ്പോ ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങുന്ന വെച്ച്. അവൾക്ക് ഉറക്കം വന്നു 8 മണിക്ക്. അപ്പൊ ഞാൻ ഉറക്കിയില്ല. അപ്പൊ വേഗം എനിക്ക് 12:37 ശരിക്കും ഇന്നായിരിക്കും ഞങ്ങൾ മിക്കതും വീഡിയോ ഇടുക. അല്ലെ സൺഡേ കാലത്ത് വീഡിയോ ഇടണമെങ്കിൽ നൈറ്റ് എഡിറ്റ് ചെയ്തിട്ട് ഇടണം. അല്ല ഇതിലെന്തിട്ടുള്ളടാൻ ഇതിന് സത്യം പറഞ്ഞ ഞങ്ങൾ വാർഡ് ഫീറ്റിനിടെ ഒരു ചുരുക്കി ഒന്ന് ചെയ്യാന്നൊക്കെ വിചാരിച്ചേ. ലാസ്റ്റ് അത് ഡേ നെവർ ലൈഫ് പോലെ പോയി. അതുകൊണ്ട് അല്ലേ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടിയൊക്കെ ചെയ്യുമല്ലേ. പിന്നെന്താ പറയാ വന്ന ഇനി എനിക്കിത് ഒരു പഴം കൂടി എനിക്ക് ഇപ്പൊ ബേബി പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു ഞാന്. ആ ഷേക്ക് അത്യാവശ്യം നല്ല എന്താ പറയാ വയറ് നിറയുന്ന സാധനമാണ്. ഇപ്പോഴും എനിക്കത് ബേബിനോട് അപ്പം കഴിക്കാൻ പറയുന്ന പഴം. ഇപ്പോഴും എനിക്ക് പഴം കഴിക്കാൻ ഒരു വിശപ്പ് അങ്ങനെ ഒന്നും തോന്നണില്ല. ആ ഞാൻ കഴിക്കാം. അതൊന്നാമത് മറ്റേ കാടമുട്ട തൊട്ട് എന്റെ മൈൻഡിൽ ഇങ്ങനെ. പിന്നെ ഉണ്ടല്ലോ ഞാൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ പണ്ടൊന്നും എനിക്ക് ഇത്ര അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല. വണ്ടി ചത്ത് അങ്ങനത്തെ മൈൻഡ് ഞാന്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ അൽബൊക്കെ ആയ പിന്നെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടി മീൻസ് അയ്യോ അത്ഭുതം എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ചിന്തൊക്കെ തുടങ്ങി. മീൻസ് എനിക്ക് എന്തെങ്കിലും പറ്റി എന്റെ മോൻ വേറെ വല്ലട എനിക്ക് പറ്റിയാല് അത്ഭുതം ആരാന്നൊക്കെ എന്റെ മോൻ കല്യാണം കഴിക്കാൻ മുട്ടി നിക്കണ അത് വേറെ. എന്നിട്ട് അപ്പൊ അങ്ങനെ വ്യക്തമായി കഴിഞ്ഞ പിന്നെ ഒന്നും പറയില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിട്ടാ പെണ്ണിനെ അന്വേഷിക്കണ്ട് പറഞ്ഞ അത് നമുക്ക് അന്വേഷിക്കാം. നിങ്ങളാണ് ഒന്നിച്ച് നിക്കേണ്ടത്. അപ്പൊ നിനക്ക് സെറ്റ് ആവുന്ന ഒരാളെടുത്തോ. മറ്റേ എടുത്തില്ലേ നിങ്ങൾക്ക് പറയാൻ പാടില്ല മോശമാണ്. പിന്നെ അടുത്ത വ്ളോഗിലാണ്. അപ്പൊ ബൈ ഗൈസ്. അപ്പൊ കരയാനാ. അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ 73K സബ്സ്ക്രൈബേഴ്സ് ടപ്പ 5 കയറി. പിന്നെ 73 കഴിഞ്ഞിട്ട് ഭയങ്കര സ്റ്റെക്കായി. ഇപ്പൊ 74 ഒരു മാസം കണ്ടെടുത്ത് 1000 സബ്സ്ക്രൈബേഴ്സ് കയറാൻ. അപ്പൊ ഓക്കെ ബൈ.